രതീഷ്, എങ്ങനെയുണ്ട് നമ്മളെ ഈസിയുടെ പാക്കേജിനെ പറ്റി എന്താണ് അഭിപ്രായം? ഈസിയുടെ പാക്കേജിനെ പറ്റിയിട്ട് നമുക്ക് നല്ല അഭിപ്രായമാണ്. ഓക്കെ, ഈ ഒരു പാക്കേജിൽ നമുക്ക് വന്നിട്ട് ഞാൻ ഡിസംബർ 6 ആണ് ഇവിടെ വന്നത്. ഇവിടെ ഇറങ്ങി എനിക്കൊരു ഇറങ്ങിയിട്ട് ഡിസംബർ 6 വന്നു. എനിക്കൊരു 1 വീക്ക്, ഒരാഴ്ച, 7ാമത്തെ ദിവസം ഞാനിവിടെ ജോബിൽ ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. പിന്നെ അതേമാതിരി നമ്മളെ രതീഷ് ഇപ്പൊ നമ്മുടെ പാക്കേജിനകത്ത് തന്നെ പറയുന്നുണ്ട്, നമ്മൾ ആർക്കും ജോലി മേടിച്ചു കൊടുക്കില്ല. നമുക്ക് സ്വയം നമ്മൾ എഫേർട്ട് എടുക്കണം. അല്ലാതെ നമ്മൾ ആർക്കും ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ല നമ്മൾ കൊണ്ടുവരുന്നേ. അവർ നമുക്ക് വേണ്ടിയ എല്ലാ ഫൗണ്ടേഷൻ അവർ തരുന്നുണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതായത് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല പാക്കേജ്, ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഏറ്റവും നല്ല പാക്കേജ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ ഫുഡ്, അക്കോമഡേഷൻ, കാര്യങ്ങൾ ഒരു എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യാവുന്നതിന് മാക്സിമം അവരെ കൊണ്ട് കഴിയുന്നത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എങ്കിൽ ബാക്കി നമ്മുടെയാണ്, റിസൾട്ട് ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. ഒരിക്കലും ഈസി എന്ന് പറയുന്ന ഒരു ട്രാവൽസ് നമുക്ക് ജോലി മേടിച്ചു തരാം എന്നും പറഞ്ഞ് ആരെയും കൊണ്ടുവരുന്നില്ല. നമ്മൾ നമ്മുടേതായ എഫേർട്ട് എടുക്കുക, വന്നിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. അവരൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി തരുന്നതിനകത്തുനിന്ന് നമ്മൾ ഡെവലപ്പായി നമുക്ക് പല കോണ്ടാക്ട്സ് കാണും, പല റെഫറൻസ് കാണും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ ജോബ് കണ്ടുപിടിക്കുക. ജോബ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി എന്നുള്ള കാര്യം ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. ജോബ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം എഫേർട്ട് എടുത്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും. പക്ഷേ എങ്കിൽ നിങ്ങൾ പറയുന്ന, നമ്മൾ നാട്ടിൽ പറയുന്ന 5 ലക്ഷം രൂപ തരാം, 2 ലക്ഷം രൂപ തരാം എന്ന് അവരും പറയുന്നില്ല, നമ്മളും പറയുന്നില്ല. ഞാൻ ഈ പറയുമ്പോഴും ഞാൻ പറയുന്നു, നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ ഗ്രോ ചെയ്ത് പോവുക. അപ്പം എൻ്റെ എല്ലാവിധ വിശ്വാസവും ഈസിക്ക് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ പാക്കേജിൽ വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും.